ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പണ്ടേ സിസ്റ്ററിന് അറിയാമായിരുന്നോ? എനിക്ക് ഇത് അറിയാൻ പാടില്ലായിരുന്നില്ല. ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ട് എനിക്ക് പൂവിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് ഈ ആർട്ടിഫിഷ്യലൊന്നും എനിക്കിഷ്ടമില്ല, നാച്ചുറലായിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു? ഇതൊരു ഹോബിയായിരുന്നു അങ്ങനെ? വീട്ടിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപ്പുവെള്ളമാണ് നടും, പിറ്റേ ദിവസം ചെന്ന് പൊക്കി നോക്കും, അത് വേര് പിടിച്ചോന്ന് നോക്കും. വേര് പിടിച്ചിട്ട് പൊക്കി വെള്ളം ഇങ്ങനെ വേര് പിടിക്കുന്നത് പിന്നെയും കൂടി നട്ടും. പിറ്റേ ദിവസം പല്ല് തേക്കുമ്പോഴാണ് ഈ വെള്ളം ഞങ്ങൾ ഒഴിക്കുന്നത്. അപ്പോൾ ചെന്നോട്ട് ഒന്നും കൂടി പൊക്കി നോക്കും. അങ്ങനെ വീട്ടിൽ പിടിക്കത്തൊന്നുമില്ലെന്ന്. അവിടെ ഉപ്പുവെള്ളമാണ്. അപ്പോൾ പണ്ടേ സിസ്റ്റർ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടുന്ന എവിടെ നിന്നൊക്കെ കിട്ടിയാലും മേടിച്ചുകൊണ്ടൊന്ന് വെക്കും, പക്ഷേ പിടിക്കത്തില്ലൊന്നും. ഗവൺമെൻറ് വന്ന പിന്നെയാണ് ഞാൻ ഇതൊക്കെ വെച്ച് പിടിച്ചൊരു ധൈര്യം കിട്ടിയത് എനിക്ക്. ആരെങ്കിലും ഇൻസ്പയർ ചെയ്ത് കാണത്തില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇത് ചെയ്യാനോ? പ്രകൃതിയോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെയ്യാൻ തോന്നിയതല്ല. അതെ, പിന്നെ ഞാൻ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി ഉള്ളൊരു കോൺവെൻറ്റിലൊക്കെ ചേർന്നേക്കണേ. അപ്പോൾ എനിക്ക് ഫ്രാൻസിസിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിലായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തു. പിന്നെ എനിക്ക് ഗാർഡനും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എനിക്ക് ഗവൺമെൻറ്റിൽ വെച്ച് എനിക്ക് സിസ്റ്റർ ആയതിനു ശേഷം കിട്ടിയത്. അപ്പോൾ ഞാൻ ബസ്കലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ നട്ടാൽ പിടിക്കും എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നത്. അവിടെ ഒരു പയ്യനുണ്ടായിരുന്നത് ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. അപ്പോൾ അതങ്ങനെ പഠിച്ചു. പച്ചക്കറി ആയാലും പൂവായാലും എല്ലാം ചെയ്യാൻ കിട്ടി. ഈ കാണുന്ന ചെടികളിലും അതുപോലെ സിസ്റ്റർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യുന്നത്, ഭയങ്കര സ്നേഹത്തോടെ. അപ്പോൾ ഈ ഫ്രാൻസിസിനെ എങ്ങനെയാണ് സിസ്റ്റർ ഇതിലൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത്? ഞാൻ അത് ഫ്രാൻസിസ് പിന്നെ സന്തോഷത്തോടെയല്ലേ ഇപ്പോൾ ഫ്രാൻസിസ് എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരാഗ്രഹം ഫ്രാൻസിസിനെ പോലെയുള്ള ഇത് ആകണം, ഒരു സെയിൻ്റ് ആകണമെന്നുള്ള വിചാരമുണ്ട്. എനിക്ക് വിശുദ്ധിയിൽ വളരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാനിതെല്ലാം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി എല്ലാം ചെയ്യുന്നു. എനിക്കൊരു കാര്യം ചെയ്യാൻ ഒരു വെറുപ്പില്ല, എല്ലാം സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യുന്നത്. ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ളൂ, അല്ലാതെ. ഞാനാണെങ്കിൽ ആലോചിക്കായിരുന്നു, ഞാൻ വീട്ടിലാണെങ്കിൽ എനിക്കിതിലൊന്നും പിടിക്കുന്നതൊന്നും ഇഷ്ടമില്ല. ഈ ചാണകം, ചെടി, ഞങ്ങളുടെ കൃഷിയാണെങ്കിലും എനിക്കിതിലൊന്നും താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ആലോചിച്ചു. സിസ്റ്റർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അറപ്പോ അങ്ങനത്തെ ഒന്നും തോന്നാറില്ലേ? ഞാൻ എന്ത് ജോലിയും ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന ജോലി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടെല്ലാം ഗവൺമെൻറ്റിൽ വന്നു. അപ്പോൾ എനിക്ക് എന്തും ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ അഴുക്കാണെന്നും പറഞ്ഞ് മാറി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. എൻ്റെ പ്രകൃതി. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു. അത് എന്താ പറയുന്നത്, എനിക്ക് ഫ്രാൻസിസിനെ അങ്ങനെ അതുപോലെ തന്നെ ഫ്രാൻസിസ് ഒത്തിരി ഒരു റിച്ച് മാനായിരുന്നു അല്ലേ. അതിങ്ങനെ ഒന്നുമില്ലാതെ ഇറങ്ങി വന്ന് പാവപ്പെട്ടവരെ പോലെ ഇങ്ങനെ ആയി നടന്നില്ലേ. അതേപോലെ എനിക്കിങ്ങനെ ഒരു ആർഭാട കാര്യങ്ങളിലൊന്നും ചിന്തയൊന്നുമില്ല. എനിക്കിങ്ങനെ ഉള്ള കൂടെ പാവങ്ങളുടെ കൂടെ നടക്കണം. അപ്പോൾ ഈ ജോലിക്കാരിപ്പോൾ ബംഗാളീസ്, പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അവരെ സ്നേഹിച്ചും അവരോട്. അപ്പോൾ എനിക്ക് ഈ കുർബാനയിൽ നിന്നാണ് ഈ ശക്തി കിട്ടിക്കുന്ന ജോലി. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. ഇത് നമ്മൾ ഈ പന്നിയുടെ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുവരുമല്ലോ, അത് നമ്മൾ അതിൻ്റെ വേസ്റ്റ് ബാലൻസ് എടുത്ത് കളയും. അത് അവിടെ കിടന്ന് മുളച്ചതാണ്. അപ്പം നമ്മളത് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുത്തു. ഇങ്ങനെയായിരുന്നു. ഇപ്പം ഇതിന് കുറച്ചെടുത്തായിരുന്നു. 20 ഞങ്ങൾ എടുത്തു. അവിടെ നിൽക്കുന്ന ഇങ്ങോട്ട് വാ. എനിക്ക് പറ്റത്തില്ല, ഭയങ്കര ചാണകമൊക്കെ അല്ലേ. അയ്യോ അത് സാരമില്ല, അത് നമ്മൾ ചവിട്ടാതെ ഇങ്ങോട്ട് പോന്നാൽ പോരെ. വാ, പോയി നമ്മൾ സ്നേഹിക്കണം. പശുക്കളാണ്, മൃഗങ്ങളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. ഫ്രാൻസിസ് അങ്ങനെയാണ് ചെയ്യുന്നത്. മൃഗങ്ങളെയും പക്ഷികളെയും ഇതെല്ലാം സ്നേഹിച്ചല്ലേ നടന്നത്. നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല. ഈ പശുവിൻ്റെ ഒക്കെ എടുത്ത് പോകുമ്പോൾ സിസ്റ്ററിന് പേടിയൊന്നും വരാറില്ലേ?
എനിക്ക് അങ്ങനെ പേടിയൊന്നും വരാറില്ല. ഞാൻ ഇവരുടെ കൂടെ അല്ലേ എപ്പോഴും. ആ സമയത്ത് ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് പശു കുത്തും. കുത്തുന്നതാ, പക്ഷെ എന്നെ കുത്തത്തില്ല. ഞാൻ അവരുടെ കൂടെ അല്ലേ എപ്പോഴും. ഈ സിസ്റ്റർ ഏണസ്റ്റാണ്. ഞാൻ കോൺവെന്റിൽ വന്നപ്പോൾ സിസ്റ്ററാണ് എന്നെ സ്വീകരിച്ചത്. ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. പ്രകൃതിയെ സ്നേഹിച്ച സർവ്വചരാചരങ്ങളെയും പ്രണയിച്ച രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ ആത്മീയത നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കും പരിശ്രമിക്കാം.